പൃഥു മഹാരാജാവ് തൻ്റെ സദസ്യരോട് തുടരുകയാണ്. നിർമ്മല ഹൃദയന്മാരായ പിതൃക്കളെ, ദേവന്മാരെ, ഋഷികളെ, ഞാൻ പറഞ്ഞത് പരമാർത്ഥമാണെങ്കിൽ നിങ്ങൾ അതിനെ അനുമോദിക്കണമേ. അപ്പോൾ അത് സർവസമ്മതമായി ഭവിക്കും. ധർമ്മത്തെ അനുഷ്ഠിക്കുന്നവനും അനുഷ്ഠിക്കണമെന്ന് ശാസിക്കുന്നവനും ധർമാചരണത്തെ അനുമോദിക്കുന്നവനും പരലോകത്ത് തുല്യ പുണ്യഫലമാണല്ലോ ലഭിക്കുക. നിർമ്മല ഹൃദയന്മാരായ പിതൃക്കളെ, ദേവന്മാരെ, ഋഷികളെ. ഹൃദയത്തിൻ്റെ മാലിന്യം എന്ന് പറയുന്നത് എന്താ? ഹൃദയത്തിൻ്റെ മാലിന്യം എന്ന് പറയുന്നത് ചിന്തകളാണ്. ചിന്തകൾ പലപ്പോഴും ആർജിത അറിവിൽ നിന്നുണ്ടാകുന്നതാണ്. ആർജിത അപൂർവമായ അനുഭവങ്ങൾ, അപൂർവമല്ല, ആർജിതമായ അപൂർണമായ അനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാണ് നമ്മുടെ പല ചിന്തകളും. നമ്മൾ പലതിനെയും കൃത്യമായി മനസ്സിലാക്കിയിട്ടല്ല ഓരോന്നിനെയും അറിയാം എന്ന് പറയുന്നത്. ആ അറിവിൽ നിന്നാണ് നമ്മുടെ ചിന്തകൾ ഉണ്ടാകുന്നത്. ആ ചിന്തകളുടെ പശ്ചാത്തലത്തിലാണ് പുതിയ അറിവുകളെ നാം സ്വീകരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹൃദയങ്ങളെല്ലാം മലിനങ്ങളാണ്. പിതൃക്കളുടെയും ദേവന്മാരുടെയും ഋഷീശ്വരന്മാരുടെയും ഹൃദയങ്ങൾ നിർമ്മലമാണ്, അതിൽ മാലിന്യങ്ങളൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ അവർ ചിന്തകളുടെ പശ്ചാത്തലത്തിലല്ല കാര്യങ്ങളെ വീക്ഷിക്കുന്നത്. അവരുടെ യഥാർത്ഥത്തിലുള്ള അറിവുകളുടെ പശ്ചാത്തലത്തിലാണ് കാര്യങ്ങളെ വീക്ഷിക്കുന്നത്. നിർമ്മല ഹൃദയന്മാരായ പിതൃക്കളെ, ദേവന്മാരെ, ഋഷികളെ, ഞാൻ പറഞ്ഞത് പരമാർത്ഥമാണെങ്കിൽ നിങ്ങൾ അതിനെ അനുമോദിക്കണമേ. ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങൾ അതിനെ അനുമോദിക്കണം. ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ അനുമോദിക്കണ്ട. ഞാൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അംഗീകരിക്കണ്ട. നിങ്ങൾക്കും കൂടി ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ അംഗീകരിക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് ഭാരതീയ സംസ്കൃതിയുടെ ഒരു മാഹാത്മ്യമാണ്. ഇതേപോലെയാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനനോട് ഭഗവത്ഗീത അവസാനിപ്പിക്കുമ്പോഴും പറയുന്നത്. വിമർശ്യ ഏതദശേഷാണി യഥേച്ഛസി തഥാ കുരു. അല്ലയോ അർജുന, ഞാൻ പറഞ്ഞു നീ കേട്ടതിനെ നിന്റെ ബുദ്ധിയാകുന്ന മൂശയിലിട്ട് വിമർശനം ചെയ്ത് വിശേഷേണയുള്ള ആമർശനം, വീണ്ടുവിചാരത്തിനും പുനർവിചിന്തനത്തിനും വിധേയമാക്കിയിട്ട് യഥേച്ഛസി തഥാകരോത്, നിനക്കിഷ്ടമുള്ളത് എന്തോ അത് ചെയ്തു കൊള്ളാൻ. വിമർശ്യ ഏതദശേഷാണി യഥേച്ഛസി തഥാകരോത്, എന്താണോ നിനക്ക് ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്തു കൊള്ളാൻ. ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് പരമാർത്ഥമാണെങ്കിൽ നിങ്ങൾ അതിനെ അനുമോദിക്കണമേ. അല്ലാതെ എൻ്റെ റാൻമൂളികളായി നിന്ന് ഞാൻ പറയുന്നതിനെല്ലാം യെസ് വയ്ക്കുകയല്ല വേണ്ടത്. ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് കേട്ടതിന് ശേഷം ചിന്തിച്ച് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ എന്നെ അനുമോദിക്കണമേ. അപ്പോൾ അത് സർവസമ്മതമായി തീരും, അത് സർവസമ്മതമായി ഭവിക്കും. നിങ്ങളത് കേട്ട് അത് ചിന്തിച്ച് അത് ശരിയാണ് എന്ന് പറയുന്നില്ലെങ്കിൽ അത് എൻ്റെ മാത്രം അഭിപ്രായമായി നിൽക്കും. നിങ്ങൾ ഓരോരുത്തരും ഇത് കേട്ട് ചിന്തിച്ച് ഇത് ശരിയാണ് എന്ന് അനുമോദിക്കുകയാണെങ്കിൽ, സമ്മതിക്കുകയാണെങ്കിൽ ഇത് സർവസമ്മതമായി തീരും. അല്ലെങ്കിൽ എനിക്ക് മാത്രം സമ്മതമായതായിരിക്കും. എനിക്ക് മാത്രം സമ്മതമായതുകൊണ്ട് കാര്യമില്ല. എൻ്റെ മാത്രം മതമാണെങ്കിൽ, എൻ്റെ മാത്രം അഭിപ്രായമാണെങ്കിൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല. എൻ്റെ അഭിപ്രായം സത്യത്തെ പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ അത് കേട്ട് അതിനെപ്പറ്റി ചിന്തിക്കുന്നവരും കൂടി അത് അംഗീകരിക്കണം. ഞാൻ സത്യമാണ് പറയുന്നത് എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ടെങ്കിൽ മാത്രമേ എനിക്കിങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ ചിന്താധാരകളെ അടിച്ചേൽപ്പിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ എൻ്റെ അധികാരത്തിൻ്റെ ദണ്ഡ് ഉപയോഗിച്ചാണ് അത് ചെയ്യുക. നേരെ മറിച്ച് ഞാൻ പറയുന്നത് സത്യമാണ് എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട് എങ്കിൽ ആ ഉത്തമ ബോധ്യം പൃഥുവിനുണ്ട്, ആ ഉത്തമ ബോധ്യം ശ്രീകൃഷ്ണ ഭഗവാനുമുണ്ട്. ഉണ്ടെങ്കിൽ കേൾക്കുന്നവർക്കും കൂടി സമ്മതമാകണം. ആ ഉത്തമ ബോധ്യം എനിക്കുണ്ടെങ്കിൽ
കേൾക്കുന്നവർക്കും കൂടി സമ്മതമാകും. കാരണം കേട്ടപാടെ നിരാകരിക്കരുത്. കാരണം നമ്മൾ പലപ്പോഴും പലതും കേൾക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൂർവാർജിതമായ അപൂർണാനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന അറിവുകളുടെ പശ്ചാത്തലത്തിലാണ്. അങ്ങനെ കേൾക്കരുത്. അങ്ങനെ കേട്ടതുകൊണ്ട് കാര്യമില്ല. അങ്ങനെ കേൾക്കുമ്പോഴാണ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യരുത്. ശരിയെന്നും പറയരുത്, ശരിയല്ല എന്നും പറയരുത്. കേൾക്കുക, കേട്ടതിനെ പറ്റി ചിന്തിക്കുക, അതിനെ എതിർക്കുവാനുള്ള വാദഗതികൾ സ്വയം കൊണ്ടുവരിക, ആ എതിർപ്പുകളെ അതിജീവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ചിന്തിച്ചതിന് ശേഷം, മനനം ചെയ്തതിന് ശേഷം ഇതേ കാഴ്ചപ്പാടിൽ തന്നെ എത്തുകയാണ് എങ്കിൽ നിങ്ങൾ അനുമോദിക്കണം. അങ്ങനെ അനുമോദിക്കുമ്പോൾ എൻ്റെ അഭിപ്രായം നമ്മുടെ അഭിപ്രായമായി മാറും. എൻ്റെ ശരി നമ്മുടെ ശരിയായി മാറും. അപ്പോൾ മാത്രമേ അത് സർവസമ്മതമായി ഭവിക്കുകയുള്ളൂ. അല്ലാത്തിടത്തോളം കാലം അതൊരു അഭിപ്രായം മാത്രമാണ്. അഭിപ്രായം എല്ലാവർക്കും സമ്മതമാകണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ചിന്തിച്ച് അതിൻ്റെ ശരിയിലേക്ക് എത്തിച്ചേരണം. അത് സ്വയം അംഗീകരിക്കുകയും വേണം. ധർമ്മത്തെ അനുഷ്ഠിക്കുന്നവനും അനുഷ്ഠിക്കണമെന്ന് ശാസിക്കുന്നവനും ധർമാചരണത്തെ അനുമോദിക്കുന്നവനും പരലോകത്ത് തുല്യ പുണ്യഫലമാണല്ലോ ലഭിക്കുക. ധർമ്മത്തെ അനുഷ്ഠിക്കുന്നവർ, സ്വധർമാനുഷ്ഠാന നിരതരായവർ, അനുഷ്ഠിക്കണമെന്ന് ശാസിക്കുന്നവർ, സ്വയം അനുഷ്ഠിക്കുകയും മറ്റുള്ളവർ അനുഷ്ഠിക്കണമെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നവർ. ശാസന എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക എന്നൊരർത്ഥം കൂടിയുണ്ട്. ധർമാചരണത്തെ അനുമോദിക്കുന്നവർ, സ്വധർമാചരണം നടത്തുന്നവരെ അനുമോദിക്കുന്നവർ, ഇവർ മൂന്ന് കൂട്ടർക്കും പരലോകത്ത് തുല്യ പുണ്യഫലമാണല്ലോ ലഭിക്കുക. വെറും മൂന്ന് കൂട്ടർക്കും ഒരേ ഫലമാണ് ലഭിക്കുക. ഒരാൾക്ക് കൂടുതൽ, ഒരാൾക്ക് കുറവൊന്നുമില്ല. അപ്പൊ സ്വധർമ്മത്തെ അനുഷ്ഠിക്കുന്നവർ, അനുഷ്ഠിക്കണമെന്ന് ശാസിക്കുന്നവർ, ധർമാചരണത്തെ അനുമോദിക്കുന്നവർ, ഇവർ മൂന്ന് കൂട്ടർക്കും തുല്യ പുണ്യമാണ് ഉള്ളത്. സ്വധർമ്മമാണ് ഒരാൾ അനുഷ്ഠിക്കുന്നത് എന്ന് സ്വധർമ്മം അനുഷ്ഠിക്കുന്നവർക്ക് മാത്രമേ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. സ്വധർമാനുഷ്ഠാനത്തെ ശ്ലാഘിക്കുന്നവർ അതിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരും ആയിരിക്കും. അദ്ദേഹം തുടരുകയാണ്, സംപൂജ്യരായ മഹാത്മാക്കളിൽ വെച്ച് ശ്രേഷ്ഠരായിട്ടുള്ളവരെ, സർവകർമ്മഫലദാതാവും സർവൈശ്വര്യ പരിപൂർണനും സർവസമ്മതനുമായ ഒരു ജഗതീശ്വരൻ ഉണ്ടെന്നാണ് അറിവുള്ളവർ പറയുന്നത്. ചില ആളുകൾ ഇതിനോട് യോജിക്കുന്നില്ല. എങ്കിലും ഇക്കൂട്ടരുടെ അഭിപ്രായം യുക്തിഭദ്രമായി തോന്നുന്നില്ല. കാരണം കർമ്മഫലത്തിന് പ്രാണികളുടെ ജീവിതത്തിൽ സ്വാധീനമില്ലെന്ന് വരുന്ന പക്ഷം അവരുടെ ജീവിതത്തിന് വൈചിത്ര്യമോ സുഖദുഃഖ ഭേദമോ ഉണ്ടാകാനിടയില്ലല്ലോ. തന്നെയുമല്ല, ഈ ലോകത്തിൽ ചില പ്രദേശങ്ങൾ സമ്പദ് സമൃദ്ധവും സുഖഭോഗ വസ്തുക്കൾ ധാരാളമുള്ളതുമായി കാണപ്പെടുന്നു. എന്നാൽ വേറെ ചില പ്രദേശങ്ങളാകട്ടെ ദരിദ്രവും ക്ലേശഭൂയിഷ്ടവുമായി കാണപ്പെടുന്നു. അപ്രകാരം തന്നെ അന്യലോകങ്ങളിലും സുഖസമൃദ്ധമായ സ്വർഗാദി ലോകങ്ങളും ദുഃഖപൂർണമായ നരകം തുടങ്ങിയ ലോകങ്ങളും ഉള്ളതായി പറയപ്പെടുന്നു. അതിനാൽ കർമ്മഫലാനുസൃതമായ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഭഗവാൻ ഉണ്ടെന്ന് കരുതുന്നതു തന്നെയാണ് ബുദ്ധി. രണ്ടു തരത്തിൽ ഉള്ളവരുണ്ട്, ഈശ്വര വിശ്വാസികളും നിരീശ്വരവാദികളും. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. ലോകമുണ്ടായ കാലം മുതൽ തന്നെ വിശ്വാസികളും അവിശ്വാസികളും ഉണ്ടായിരുന്നു. അത് ശരിക്കും ഒരാൾ വിശ്വാസിയാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നതും ഒരാൾ അവിശ്വാസിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതും ഇന്നത്തെ ന്യൂറോ സയൻസ് അനുസരിച്ച് ബ്രെയിനിൻ്റെ ഘടനയാണ്. ചിലരുടെ തലച്ചോറ് വിശ്വാസിയാകുവാൻ പ്രാപ്തമായതാണ്, മറ്റു ചിലരുടെ തലച്ചോറ്
അവിശ്വാസിയാകുവാൻ പ്രാപ്തമായതാണ്. നമ്മൾ വിശ്വാസിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് വാസ്തവത്തിൽ ഇന്നത്തെ ന്യൂറോ സയൻസ് പറയുന്നത് ബ്രെയിൻ കാരണമാണ് എന്നാണ്. നമ്മുടെ തലച്ചോറിൻ്റെ ഘടനയാണ് അതിന് കാരണം. ഇത് പണ്ട് മുതലേ ഉണ്ട്, ഈ വിശ്വാസിയും അവിശ്വാസിയും. രാജാവ് അതിനെപ്പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. സംപൂജ്യരായ മഹാത്മാക്കളിൽ വെച്ച് ശ്രേഷ്ഠരായിട്ടുള്ളവരെ, അതിശ്രേഷ്ഠരായിട്ടുള്ളവരെ, സർവകർമ്മ ഫലദാതാവും സർവ ഐശ്വര്യ പരിപൂർണനും സർവസമർത്ഥനുമായ ഒരു ജഗതീശ്വരൻ ഉണ്ടെന്നാണ് അറിവുള്ളവർ പറയുന്നത്. ഈ അറിവ് എവിടുന്നാണ് ഉണ്ടാവുന്നത്? അനുഭവത്തിൽ നിന്ന് അറിയുന്നവർ. അറിവുള്ള ചിലര് സ്വാനുഭവത്തിൽ നിന്ന് ഊറി വരുന്ന അറിവുകൾ ഉണ്ട് എന്ന് പറയുന്ന ചിലര് അവകാശപ്പെടുന്നത് സർവകർമ്മ ഫലദാതാവും, എല്ലാ പ്രവർത്തനങ്ങൾക്കും ഫലം തരുന്നയാളും, സർവ ഐശ്വര്യ പരിപൂർണനും, എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങൾ കൊണ്ട് പൂർണ്ണനായിരിക്കുന്നവനും, സർവസമർത്ഥനുമായ, എന്തും ചെയ്യുവാൻ ശക്തനുമായ ഒരു ജഗതീശ്വരനുണ്ട് എന്നാണ്. ചില ആളുകൾ ഇതിനോട് യോജിക്കുന്നില്ല. ചിലർ പറയണത് അങ്ങനെ അവരും അവരുടെ അനുഭവത്തിൽ നിന്നൂറി വരുന്ന അറിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയണത്. അവർ പറയണത് അങ്ങനെ സർവൈശ്വര്യ പരിപൂർണനും സർവകർമ്മഫലദാതാവും സർവസമർത്ഥനുമായ ഒരു ജഗതീശ്വരൻ, അങ്ങനെ ഒരു ഈശ്വരൻ ഇല്ല. അങ്ങനെയാണ് ചിലരുടെ അഭിപ്രായം. പൃഥു മഹാരാജാവ് തൻ്റെ അഭിപ്രായം പറയുകയാണ്. എങ്കിലും ഇക്കൂട്ടരുടെ അഭിപ്രായം യുക്തിഭദ്രമായി തോന്നുന്നില്ല. അപ്പം ഈശ്വരനുണ്ട് എന്ന് വാദിക്കുന്നവർ യുക്തിരഹിതർ അല്ല. ഈശ്വരനുണ്ട് എന്ന് കരുതുന്നവർ വെറും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനു വേണ്ടി മാത്രം ഈശ്വരനെ ഉപയോഗിക്കുന്നതിൽ വിശ്വാസമുള്ളവർ, അവരുടെ കാര്യമല്ല ഈ പറയുന്നത്. ശരിക്കും ഈശ്വരനുണ്ട് എന്ന് സ്വാനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞവർ, അവർ യുക്തിസഹമായിട്ട് തന്നെയാണ് അത് മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാതെ യുക്തിവാദി എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിൽ പൊതുവെ ഓടിയെത്തുക നിരീശ്വരവാദി എന്നാണ്. അത് തെറ്റായ ഒരു ധാരണയാണ്. ഏതുപോലെയാണോ യുക്തി കൊണ്ട് വാദിച്ചൊരാൾ നിരീശ്വരവാദിയായി തീരുന്നത്, അതേപോലെ യുക്തി കൊണ്ട് വാദിച്ചിട്ടു തന്നെയാണ് ഈശ്വരവാദിയും ആയിത്തീരുന്നത്. ബ്ലൈൻഡ് ബിലീവേഴ്സിനെ കുറിച്ചല്ല ഈ പറയുന്നത്. അങ്ങനെയുള്ളവരിൽ പലരും കാര്യം കാണാനും വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്തിലെങ്കിലും നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഈശ്വരനെ ഉപയോഗിക്കുന്നത്. ശരിക്കും ഈശ്വരനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർ, അവർ ഉണ്ടോ ഇല്ലയോ എന്ന് സ്വയുക്തിക്കനുസരിച്ച് ചിന്തിച്ചിട്ട് തന്നെയാണ് തീരുമാനത്തിലെത്തുന്നത്. അതുകൊണ്ട് ഈശ്വരവാദികളും നിരീശ്വരവാദികളും രണ്ടു കൂട്ടരും യുക്തിവാദികൾ തന്നെയാണ്. അല്ലാണ്ട് ഒരു കൂട്ടർക്ക് റിസർവ്ഡ് ഒന്നുമല്ല യുക്തിവാദം. ഇപ്പൊ ഇവിടെ അദ്ദേഹം പറയുകയാണ്, എങ്കിലും ഇക്കൂട്ടരുടെ അഭിപ്രായം യുക്തിഭദ്രമായി തോന്നുന്നില്ല. ഈ നിരീശ്വരവാദികളുടെ അഭിപ്രായം യുക്തി സഹമാണ് എന്ന് തോന്നുന്നില്ല. എന്നിട്ട് അദ്ദേഹത്തിന്റെ യുക്തി പറയുകയാണ്. ആ യുക്തിയുമായിട്ട് നമ്മൾ യോജിച്ചു കൊള്ളണം എന്നില്ല. അദ്ദേഹം എന്തുകൊണ്ടാണ് ഈശ്വര വിശ്വാസത്തെ അനുകൂലിക്കുന്നത് എന്ന വാദം മുന്നോട്ട് വെക്കുകയാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള വാദങ്ങളിലൂടെ ഈശ്വരനുണ്ട് എന്ന് കണ്ടെത്താൻ സാധിക്കും. ഇതേ വാദഗതികൾ തന്നെ നമ്മൾ ഫോളോ ചെയ്തോളണം എന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ വാദം മുന്നോട്ട് വയ്ക്കുകയാണ്. കാരണം കർമ്മഫലത്തിന് പ്രാണികളുടെ ജീവിതത്തിൽ സ്വാധീനമില്ലെന്ന് വരുന്ന പക്ഷം അവയുടെ ജീവിതത്തിന് വൈചിത്ര്യമോ സുഖദുഃഖ ഭേദമോ ഉണ്ടാകാൻ ഇടയില്ലല്ലോ. അപ്പൊ അദ്ദേഹം ഈ ലോകത്തു കാണുന്ന ജീവികളുടെ ജീവിതത്തിന്റെ വൈചിത്ര്യത്തിനും സുഖദുഃഖ ഭേദത്തിനും കാരണമായി പറയുന്നത് കർമ്മഫലമാണ്. അത് അദ്ദേഹത്തിന്റെ വാദഗതിയാണ്, പൃഥു മഹാരാജാവിന്റെ വാദഗതിയാണത്. അപ്പൊ കർമ്മഫലത്തിന് പ്രാണികളുടെ ജീവിതത്തിൽ സ്വാധീനമില്ലെന്ന് വരുന്ന പക്ഷം
അവയുടെ ജീവിതത്തിന് വൈചിത്ര്യമോ സുഖദുഃഖഭേദമോ ഉണ്ടാകാൻ ഇടയില്ലല്ലോ. തന്നെയുമല്ല, ഈ ലോകത്തിൽ ചില പ്രദേശങ്ങൾ സമ്പദ് സമൃദ്ധവും സുഖഭോഗ വസ്തുക്കൾ ധാരാളമുള്ളതായി കാണപ്പെടുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. എന്നാൽ വേറെ ചില പ്രദേശങ്ങളാകട്ടെ ദരിദ്രവും ക്ലേശഭൂയിഷ്ടവുമായി കാണപ്പെടുന്നു ഇന്നും. അപ്രകാരം തന്നെ അന്യലോകങ്ങളിലും സുഖസമൃദ്ധമായ സ്വർഗാദി ലോകങ്ങളും ദുഃഖപൂർണമായ നരകം തുടങ്ങിയ ലോകങ്ങളും ഉള്ളതായി പറയപ്പെടുന്നു. അദ്ദേഹവും അത് കേട്ടറിഞ്ഞിട്ടേ ഉള്ളൂ. ഈ സ്വർഗ നരകങ്ങളിലൂടെ ഒന്നും ടൂറ് നടത്തിയിട്ടില്ല അദ്ദേഹം അറിവുള്ളവർ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയപ്പെടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. മറ്റേതൊക്കെ അദ്ദേഹത്തിന് ഉറപ്പാ. ഈ ലോകത്ത് ചില സ്ഥലത്ത് സുഖഭോഗങ്ങൾ കൂടുതലുണ്ട്, സമ്പദ് സമൃദ്ധി കൂടുതലുണ്ട്, ചില സ്ഥലത്ത് ദുരിതമാണ്, ദുഃഖമാണ്, വേണ്ടത്ര ഒന്നുമില്ല. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. പരലോകത്തെക്കുറിച്ച് പറഞ്ഞാൽ സ്വർഗവും നരകവും ഉണ്ട് എന്ന് പറയുന്നു. അതിനാൽ കർമ്മഫലാനുസൃതമായ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഭഗവാൻ ഉണ്ടെന്ന് കരുതുന്നതു തന്നെയാണ് ബുദ്ധി. ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് കർമ്മഫലാനുസൃതമായ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഭഗവാൻ ഉണ്ട്, അങ്ങനെ ഒരാളുണ്ട്. കർമ്മങ്ങൾക്കനുസരിച്ച് ഫലങ്ങളെ കൊടുക്കുന്ന ഒരാളുണ്ട് എന്ന് കരുതുന്നത് തന്നെയാണ് ബുദ്ധി. അപ്പൊ ഇദ്ദേഹം കർമ്മത്തെ അംഗീകരിച്ചുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. കർമ്മത്തെ അംഗീകരിക്കാത്ത ആൾക്കാർക്കും ഈശ്വര വിശ്വാസത്തിലേക്ക് യുക്തി ഭദ്രമായിട്ട് എത്തിച്ചേരാൻ സാധിക്കും. അപ്പം അപ്പൊ കർമ്മമുണ്ട് എന്നുള്ളതിന് എന്താ തെളിവ്? ചില കാര്യങ്ങൾ നമ്മൾ തെളിവ് കൂടാതെയാണ് അംഗീകരിക്കുന്നത്. അതെല്ലാ ശാസ്ത്രങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഒന്നാണെന്നുള്ളതിന് എന്താ തെളിവ്? രണ്ടാണെന്നുള്ളതിന് എന്താ തെളിവ്? അപ്പം രണ്ടാണെന്നുള്ളത് എല്ലാവരും അംഗീകരിച്ചതാണ്. അതേപോലെ തന്നെ ഒരുപാട് പേര് അംഗീകരിച്ച ഒരു കാര്യം തന്നെയാണ് ഈ കർമ്മം. അതുകൊണ്ട് അത് പലരെയും സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടുള്ളതാണ്. ആ പക്ഷത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ വിശദമാക്കുന്നത്. ആ പക്ഷത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ അത് യുക്തി സഹം തന്നെയാണ്. പാരാമീറ്റേഴ്സ് മാറുമ്പം അഭിപ്രായങ്ങൾ മാറും. നിങ്ങൾ ഏത് അളവുകോല് കൊണ്ടാണ് അളക്കുന്നത് എന്നനുസരിച്ച് ഈ ലോകത്തിൻ്റെ രീതി മാറും. ആറ്റോമിക് പരമമായ അണു, പാർട്ടിക്കിൾ, അത് വേവ് ആണോ പാർട്ടിക്കിൾ ആണോ എന്ന് നിങ്ങൾ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രീതിയാണ് തീരുമാനിക്കുക. നിങ്ങൾ വേവ് ലെങ്ത് മെഷർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് വേവായി തീരും. അതല്ല, പാർട്ടിക്കിളിൻ്റെ സ്വഭാവം മനസ്സിലാക്കാനാണ് നിങ്ങൾ അളക്കുന്നതെങ്കിൽ, നിങ്ങളുടെ അളവുകോലുകൾ പാർട്ടിക്കിളിൻ്റെ രീതിയെ മനസ്സിലാക്കാനുള്ളതാണെങ്കിൽ അത് പാർട്ടിക്കിളായി തീരും. അത് വാസ്തവത്തിൽ പാർട്ടിക്കിളും അല്ല, വേവുമല്ല, ഡ്യുവൽ നേച്ചർ എന്നാണ് പറയുന്നത്. അതിന് രണ്ട് സ്വഭാവവുമുണ്ട്. എന്ത് അളവുകോല് കൊണ്ടാണോ അളക്കാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള അളവാണ് കിട്ടുക. അപ്പൊ ഇവിടെ അദ്ദേഹം കർമ്മ സിദ്ധാന്തത്തെ പരിപൂർണമായിട്ടും അംഗീകരിക്കുന്നു. ആ കർമ്മമാണ് ഇവിടുത്തെ വൈവിധ്യത്തിന് കാരണം എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. ആ കർമ്മഫലത്തെ പ്രദാനം ചെയ്യുന്ന ഒരാളുണ്ട് എന്ന നിഗമനത്തിൽ സ്വജീവിതാനുഭവങ്ങളിലൂടെ അദ്ദേഹം എത്തിച്ചേരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അതിനാൽ കർമ്മഫലാനുസൃതമായ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഭഗവാൻ ഉണ്ടെന്ന് കരുതുന്നത് തന്നെയാണ് ബുദ്ധി. അദ്ദേഹം എത്തിച്ചേരുകയാണ്, അങ്ങനെ ഉണ്ട് എന്ന് കരുതുന്നത് തന്നെയാണ് ബുദ്ധി. ഈശ്വരനെ സ്വജീവിതത്തിലൂടെ അന്വേഷിച്ച് കണ്ടെത്തുകയാണ് വേണ്ടത്. സ്വന്തം ജീവിതാനുഭവങ്ങളെ നിഷ്പക്ഷമായി പഠിച്ചറിഞ്ഞ് എത്തിച്ചേരേണ്ടുന്ന ഒന്നാണ് ഈശ്വരവാദം.
അപ്പൊ അദ്ദേഹത്തിന്റെ യുക്തിക്കനുസരിച്ചിട്ടുള്ള വാദം മുന്നോട്ട് വെച്ച് ഈശ്വരനുണ്ട് എന്ന നിഗമനത്തിൽ എത്തിച്ചേരുകയാണ്.